വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, ചെങ്കോട്ടയിലെ സ്ഫോടനം അഥവാ ഡൽഹി ബ്ലാസ്റ്റ്. ഈ ഡൽഹി ബ്ലാസ്റ്റിലാണ് വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഭീകരന്മാരായിട്ടുള്ള ഡോക്ടർമാരുടെ ശൃംഖല റിവീലായത്. ഇതേ തുടർന്ന് ഉത്തർപ്രദേശിലും ഹരിയാനയിലും രാജസ്ഥാനിലും ജമ്മു കാശ്മീരിലും അടക്കം വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നു. ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു മോഡ്യൂൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ പല ജനങ്ങളെയും വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോഴിത് ആ സ്ഫോടനത്തിൽ UN സുരക്ഷാ കൗൺസിലിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടിനകത്ത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ ഖ്വയ്ദ ഒരു വിഘടിച്ച ഗ്രൂപ്പിൽ നിന്ന് ഒരു പ്രാദേശിക തീവ്രവാദ സ്ഥാപനമായിട്ട് അൽ ഖ്വയ്ദ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രാദേശികമായ ആൾക്കാർ ഇതുപോലെ റിക്രൂട്ട് ചെയ്തിട്ട് അൽ ഖ്വയ്ദ അല്ല ഇതിന്റെ പിന്നിൽ എന്ന് അറിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ യൂണിറ്റുകൾക്ക് പകരം ചെറിയ ചെറിയ ചിതറിക്കിടക്കുന്ന സെല്ലുകളാണ് ഇവരിപ്പോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് ഇതിന്റെ കണ്ണികൾ ബാക്കിലോട്ട് പടർന്നു പിടിച്ച് അതിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് ഇവർ ഇത് ചെയ്യുന്നത്. ലോജിസ്റ്റിക്സ് ഉണ്ട്, സാമ്പത്തിക ശൃംഖലകൾ എല്ലാം ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ഇവർ സ്ഫോടനം നടത്തുന്നത്. അപ്പോൾ ആ സ്ഫോടനം മാത്രമല്ല നടക്കേണ്ടിയിരുന്നത്, അതൊരു വലിയൊരു ടെറർ അറ്റാക്ക് ആവേണ്ട ഒരു സാധനം ഇന്ത്യ തകർത്തു എന്ന് പറഞ്ഞ് നമ്മൾ അഭിനന്ദിച്ചുകൊണ്ടാണ് UN അവര് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അൽ ഖ്വയ്ദയും ISIL രണ്ടും ചേർന്ന് സുരക്ഷാ കൗൺസിലിന്റെ ഉപരോധ നിരീക്ഷണ സംഘത്തിന്റെ ഈ ആഴ്ച പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്, രണ്ട് തീവ്രവാദ സംഘടനകളും വർഷങ്ങളായി ജൈവ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. രാസായുധം, ജൈവായുധം. ഈ രാസായുധവും ജൈവായുധവും ഒക്കെ, ജൈവായുധം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, അത് ഭീകരവാദം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. അത് സൈബർ ഭീകരവാദമുണ്ട്. ഇതുപോലെ പണ്ടത്തെ പോലെ ഈ നുഴഞ്ഞു കയറി പഹൽഗാമിൽ അറ്റാക്ക് നടത്തുന്നത് പോലെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഭീകരാക്രമണം ഇപ്പോൾ വളരെ കുറവാണ്. കാരണം അത് നമ്മുടെ രാജ്യത്ത് വില പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് രാജ്യത്ത് ചെറിയ ചെറിയ മോഡ്യൂളുകൾ രൂപീകരിച്ച്, അതിപ്പോൾ ഡോക്ടർമാരുടേതായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരുടേതായിരിക്കാം, അങ്ങനെ രൂപീകരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ഈ ജൈവായുധങ്ങളുടെ വികസനം അങ്ങനെ വികസിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തി. ജനങ്ങൾ ഇത് അറിയില്ല എന്നുള്ളതാണ്. ജനങ്ങൾ ഇത് അറിയാതെ അവര് ചിലപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലായിരിക്കാം ഇത് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പുരട്ടുന്ന കോസ്മെറ്റിക്സിലായിരിക്കാം ഇത് വരുന്നത്. അപ്പൊ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത, ഇതൊരു വാർത്ത മാത്രമാണ്. അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അധികം അത് ഏറ്റെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ക്രീമുകൾ വരുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് കോസ്മെറ്റിക്സ് ആയിട്ടുള്ള ക്രീമുകൾ വരുന്നുണ്ട്. ഈ ക്രീമുകൾ പാകിസ്ഥാനിൽ നിന്ന് നേരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുകയും അവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത് കടത്തപ്പെടുകയും ചെയ്യുന്നത്. നേരത്തെ ഗുജറാത്ത് തീരം വഴി കടത്താൻ ശ്രമിച്ച ഈന്തപ്പഴം, അത് എനിക്ക് തോന്നുന്നു 3 കോടി രൂപയോളം വില വരുന്ന ഈന്തപ്പഴം പിടികൂടി. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈന്തപ്പഴമാണോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിനകത്ത് മറ്റെന്തെങ്കിലും സാമഗ്രികൾ ഒളിച്ചു കടത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാനിൽ നിന്ന് പല കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് ഇവർ കടത്തുകയാണ്. ഈ കടത്തുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രീം ഗോറി എന്ന് പറയുന്ന ക്രീമുണ്ട്. വിപണിയിൽ വിറ്റഴിയുന്ന സൗന്ദര്യവർദ്ധക ക്രീമുകളിലെ ഗോറി, പിന്നെ മറ്റേ പാകിസ്ഥാന്റെ തന്നെ വേറെ ടൈപ്പ് പല ക്രീമുകളും ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് ഇവർ വിറ്റഴിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇൻഫ്ലുവൻസർമാർ, യൂട്യൂബേഴ്സ്, സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കീഴിലാണ് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത്. ഈ മോഡ്യൂൾ എന്ന് പറയുന്നില്ല, ഈ ക്രീം പ്രധാനമായിട്ടും വന്നിറങ്ങിയിരിക്കുന്നത് കേരളത്തിലാണ്. നമുക്കറിയാം, ഒരു സമയത്ത് കേരളത്തിലെ തന്നെ പല ജില്ലകളിലെയും പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വെളുത്തിട്ട് പാറുന്ന ക്രീം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഇതിന് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അത് ട്രോളൊക്കെ ആയി മാറിയിട്ടുണ്ട്. ഇത് വെളുത്തിട്ട് പാറുന്ന ക്രീമാണ്, ഇത് ഒരു തവണ പുരട്ടിയാൽ മതി, നിങ്ങൾ വെളുക്കും എന്നാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളികളെന്നല്ല, ഈ കോസ്മെറ്റിക്സ് മേഖല എന്ന് പറയുന്നത് $1 ബില്യൺ ഇൻഡസ്ട്രിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ മുടി ഒഴിയാതിരിക്കാനും വെളുക്കാനും നമ്മുടെ സൗന്ദര്യവർദ്ധകത്തിനും ഉള്ള ഏത് വസ്തുക്കളും നമ്മൾ വില പോലും നോക്കാതെ വാങ്ങിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പാകിസ്ഥാനിൽ നിർമ്മിച്ച് ഗൾഫ് രാജ്യങ്ങൾ വഴി നിയമവിരുദ്ധമായി കേരളത്തിലേക്ക് കടത്തുന്ന ഫൈസ, ഗോറി എന്നീ പാക് ബ്യൂട്ടി ക്രീമുകളുടെ വരവും വിതരണ ശൃംഖലയും കേരളം ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത്? ഈ ക്രീമുകളിൽ അവർ സമാനമായിട്ടുള്ള രീതിയിൽ, അതായത് ഈ അൽ ഖ്വയ്ദ ടെറർ മോഡ്യൂൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള രാസവസ്തുക്കളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വിഷവസ്തുക്കളാണ് ഈ ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് അളവിലും ക്രമാതീതമായി, അതായത്
ഇത്ര അളവ് മാത്രമേ ഉള്ളൂ എങ്കിലും അതിൽ 20,000% കൂടുതൽ മെർക്കുറിയാണ് ഇതിനകത്ത് അവർ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പുരട്ടുന്നവന്റെ ജീവിതം കട്ടപ്പുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളും സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മെർക്കുറിയുടെ സാന്നിധ്യം ഇതിൽ വൻതോതിൽ കണ്ടെത്തിയത്. സാധാരണഗതിയിൽ ഫേസ് ക്രീമുകളിൽ 1 parts per million മെർക്കുറി മാത്രമാണ് നിയമപരമായി അനുവദനീയം. എന്നാൽ കേരളത്തിൽ പിടിച്ചെടുത്ത ഫൈസാഗോറി ക്രീമുകളിൽ 20,000 parts per medium വരെ ഭയാനകരമായിട്ടുള്ള അളവിൽ മെർക്കുറി ചേർത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് അത്യധികം അപകടകാരിയാണ്, വിഷാംശമുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോ ഈ രണ്ട് വാർത്തകളാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. യൂട്യൂബർമാരെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും ഇത് പ്രൊമോട്ട് ചെയ്ത ഇൻഫ്ലുവൻസർമാരെ അടക്കം ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഈയിടയ്ക്ക് മലപ്പുറത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത വാർത്തകളടക്കം നമ്മൾ ചെയ്തതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതൊക്കെ ചെലവായി പോകുന്നത്? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെലവാകും, പക്ഷേ കേരളത്തിന്റെ അത്ര വലിയ രീതിയിൽ അത് ചെലവാവില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, തുർക്കി ജാം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അവിടുന്ന് ഇന്തപ്പഴവും വേറെന്തോ ചേർത്തിട്ട് തുർക്കി ജാം ഉത്തേജക മരുന്നാണ്. സെക്സിന് വേണ്ടിയിട്ടുള്ള ഉത്തേജക മരുന്ന്. ഇത് കഴിച്ചാൽ കുതിരയെ പോലെയാകും എന്നുള്ളതാണ് ആ പരസ്യത്തിൽ കാണിക്കുന്നത്. കുതിരയാകാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് പേര് വാങ്ങി കഴിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ അനുഭവം എന്നറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇലീഗൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഈ ഓൺലൈൻ വഴി വിറ്റഴിക്കുന്നു. ഇതിനൊരു വലിയ വിഭാഗം പരസ്യം നൽകുന്നത് വ്ളോഗേഴ്സാണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സും ബ്ലോഗേഴ്സുമാണ്. ഇവർ പറയും ഞങ്ങളിത് കഴിച്ചിട്ടുണ്ട്, കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കുതിരയെ പോലെ ആയിരുന്നു എന്നൊക്കെ ഇവരങ്ങ് പറയുക, ഇത് വിറ്റഴിക്കുക. ഇതാണ് ചെയ്യുന്ന ഒരു പരിപാടി. ഇപ്പോൾ ഈ പറയുന്ന ഗോറി, ഫൈസയുടെ ഗോറി എന്ന് പറയുന്ന ക്രീമിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 500 രൂപയാണ് ഗൾഫിൽ നിന്ന് ഈ സാധനം ഇവിടെ എത്തിക്കാനുള്ള ചെലവ്. 500 രൂപയ്ക്ക് വിൽക്കാൻ കഴിയും. ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ 500 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്ന വെച്ചാൽ ഇത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ഈ ക്രീമിനെ കുറിച്ച് പറയുന്നവര് താഴെ ഒരു ലിങ്ക് കൊടുക്കും അവര് ഈ ഉൽപ്പന്നം വാങ്ങാനുള്ള. അങ്ങനെ വരുമ്പോൾ ഒരാൾ ഈ ഉൽപ്പന്നം വാങ്ങിയാൽ 100 രൂപ ഇവരുടെ അക്കൗണ്ടിൽ കിട്ടും. അങ്ങനെ 10 പേര് ഒരു ദിവസം ഈ ക്രീം വാങ്ങിയാൽ 1000 രൂപ ഇവർക്ക് കിട്ടും. ഇത് കൂടാതെ ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് കൊടുക്കുന്ന തുകയും മറ്റൊന്നാണ്. അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇല്ലെങ്കിൽ ഈ വ്ളോഗേഴ്സും ആരും ഇത് തേക്കാറില്ല. അവരിതിന്റെ പരസ്യം പറയുകയുള്ളൂ, ഞങ്ങൾ ഇത് തേച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. വളരെ രസകരവും കൗതുകകരമായ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും വ്ളോഗേഴ്സും ഒക്കെ ഈ വീഡിയോയിൽ കാണുമ്പോൾ വളരെ സുന്ദരന്മാരുമായി ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഇവരെ നേരിൽ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയാറില്ല. ഒന്നുകിൽ അവർ നമ്മളെ പരിചയപ്പെടുത്തി തരണം, ഞാൻ ഇന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ളത്. അത്ര വ്യത്യാസമുണ്ട്. കാരണം ലൈവിൽ നിൽക്കുമ്പോൾ ഫിൽറ്ററുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. സൂര്യന്റെയും മറ്റും ഫിൽറ്ററുകളാണ് പ്രകൃതി നമുക്കായി നൽകിയിരിക്കുന്നത്. ആ ഫിൽറ്ററിലാണ് ഞാനും നിങ്ങളും ഒക്കെ പരസ്പരം കാണുന്നത്. അതിന്റെ കളറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ഏതായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇതിനകത്ത് ഇതിന്റെ രസകരമായ കാര്യം, ഈ മെർക്കുറിയാണ് മുഖത്തേക്ക് വാരി തേക്കുന്നത്. അത് പൊള്ളുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ ആ സ്കിന്നിന്റെ സ്വാഭാവികമായ നിറം മങ്ങി ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളിലേക്ക് എത്തിക്കും. നമുക്കറിയാം, മുൻപ് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നം ഉണ്ടാക്കുന്ന കമ്പനി, അതിനെതിരെ കേസ് വന്നിരുന്നു. ആ ഉൽപ്പന്നങ്ങൾ ഡൗൺ ആയി നിന്നിരുന്നു. ഇപ്പോഴും ആ ഉൽപ്പന്നങ്ങൾക്ക് വലിയ കയറ്റം ഈ രാജ്യത്തുണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെ അതായത് ഇപ്പോൾ ടെററിസ്റ്റുകൾ കൂടുതലായി നോക്കുന്നത്, ധനുഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഈ തോക്കും ബോംബുമായിട്ടൊക്കെ വന്ന ആളുകളെ കൊല്ലുന്നത് റിസ്ക് ആണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത്, വലിയ പാടാണ്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഇതേപോലെ ഡോക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, കാരണം ഈ വൈറ്റ് കോളർ ടെററിസം, ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ നമ്മളെ അഭിനന്ദിച്ചിരിക്കുന്ന ആ ചെങ്കോട്ട സ്ഫോടനത്തിലെ അറസ്റ്റും കാര്യങ്ങളും അതിനകത്താണ് നമ്മൾ അഭിനന്ദിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ പിടികൂടിയവര് ബഹുഭൂരിപക്ഷം പേരും ഡോക്ടർമാരായിരുന്നു. ഇവർ അവിടെ എത്തുന്ന രോഗികളെ ഇതുകണക്കുള്ള മാരകമായ രോഗങ്ങൾ വരുത്തുന്ന ഇല്ലെങ്കിൽ പടരുത്തുന്ന മരുന്നുകൾ ഇവർക്ക് നൽകുക, ഇൻജക്ട് ചെയ്യുക എന്ന രീതിയിലേക്കാണ് ആ സെക്ഷൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ, കോസ്മെറ്റിക്കിന്റെയും മറ്റും രൂപത്തിലാണ് ഇപ്പോൾ ഇത് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ യുവത മെയിനായിട്ട് ഒരു വലിയ ഭൂരിപക്ഷം പേരും വിദേശത്തുള്ള കോസ്മെറ്റിക് ഐറ്റംസിനകത്ത് എന്തോ വലുതുണ്ട് എന്ന് കരുതിയാണ് അവിടെ നിന്ന് കൊറിയൻ ക്രീമുകളും മറ്റും തേക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ കൊറിയയുടെ ക്രീമാണ് തേക്കുന്നത്, ജപ്പാന്റെ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ അവർ പറയാറുണ്ട്. അതൊക്കെ ഒറിജിനൽ തന്നെയാണോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. ഇനി അങ്ങനെയൊക്കെ ഉള്ളത് ഓൺലൈൻ വഴി ഇപ്പോൾ സുലഭമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതായാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ. അതുകൂടാതെ തന്നെ വലിയൊരു ഭവിഷ്യത്തോട് ഒളിച്ചിരിക്കുന്നു. അത് മരുന്നുകളാണ്. ഇപ്പോൾ വിറ്റാമിൻ എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ മരുന്നുകളും ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതിന്റെ പരസ്യങ്ങളും അവൈലബിൾ ആണ്.
കുറച്ചു നാൾക്ക് മുമ്പ് നമ്മൾ കണ്ടൊരു പരസ്യം, സിങ്ക് കഴിച്ചാൽ ഉറക്കം വരും എന്നൊരു നടൻ തന്നെ പറയുന്നു, സിനിമാ നടൻ തന്നെ, സിങ്ക് കഴിച്ചാൽ ഉറക്കം വരും. എന്നാൽ ശരിയാകാം, സിങ്ക് ഉറക്കത്തിനെ കുറച്ചുകൂടി ശരിപ്പെടുത്തുന്നുണ്ടാകാം, സിങ്ക് ആർക്കൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, അത് ആർക്കൊക്കെ കഴിക്കാം എന്നുള്ള കാര്യം കൂടി നോക്കണം. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഇത് വാങ്ങി കഴിക്കുക? മറ്റെന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ, കിഡ്നി ഫെയിലർ ആയിട്ടൊരു മനുഷ്യൻ, ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയൊരു മനുഷ്യൻ, ഇല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒരു മനുഷ്യൻ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനുഷ്യൻ, അവൻ എത്ര അളവ് സിങ്ക് കഴിക്കാൻ ഒരു ദിവസം പറ്റും എന്നുള്ളതും സിങ്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതും ഡോക്ടറല്ലേ നിശ്ചയിക്കേണ്ടത്. മറ്റൊന്ന് പ്രോട്ടീനാണ്. പ്രോട്ടീൻ പൗഡർ പുട്ടുണ്ടാക്കിയും അപ്പം ഉണ്ടാക്കിയും കഴിക്കൂ എന്നാണ് അവർ പറയുന്നത്. ഈ പ്രോട്ടീൻ ഒരു ശരാശരി ഒരു മനുഷ്യന് ഒരു ദിവസം എത്ര പ്രോട്ടീനാണ് വേണ്ടത്? അതിൽ ചില ഡോക്ടർമാർ പറയുന്നത്, ഈ ഡോക്ടർമാർ പറയുന്നതിൽ തന്നെ കൃത്യതയില്ല, ഒരു ഡോക്ടർ പറയുന്നില്ല വേറൊരു ഡോക്ടർ പറയുന്നത്. അതായത് നമ്മുടെ മൊത്തം തൂക്കത്തിന്റെ അതേ അളവിലുള്ള പ്രോട്ടീനാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതിൽ ഡോക്ടർ പറയുന്നത്. അതിലത്തെ ആ ഡോക്ടർമാർ പിന്നെ കുറച്ചുകൂടെ മാന്യമായി പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കഴിക്കണം, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഡോക്ടർക്ക് മാത്രമേ അറിയൂ, നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് ഇതൊക്കെ കഴിക്കാം. അപ്പോൾ മരുന്നിന്റെ രീതിയിൽ വലിയ, നമ്മുടെ രാജ്യത്ത് മരുന്നിന്റെ പരസ്യം നിരോധിച്ചിരിക്കുന്ന രാജ്യമായത്. മുമ്പ് ധനുഷിന് ഓർമ്മയാണ്, പണ്ട് ടി വിയിലൊക്കെ തലവേദനയുടെയും പനിയുടെ ഒക്കെ മരുന്നിന്റെ പരസ്യമുണ്ട്. ഇപ്പൊ കാണിക്കാൻ പറ്റില്ലത്, മരുന്ന് പരസ്യം ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. ആ സ്ഥലത്താണ് ഈ ഓൺലൈൻ വഴി, ഇൻസ്റ്റാഗ്രാം വഴി വ്യാപകമായ രീതിയിൽ മരുന്നിന്റെ പരസ്യങ്ങൾ നടത്തുന്നത്. ഈ മരുന്നുകൾ വാങ്ങിക്കഴിച്ചാൽ ഇതിന്റെ ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കും? ഇത് ഏതെങ്കിലും കമ്പനികൾ നൽകുന്നതാണ്. ഈ കമ്പനികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും മെഡിക്കൽ കമ്പനികളാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഇതുവഴിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജനിതക ഘടനയെ തന്നെ മാറ്റം വരുത്താൻ കഴിയുന്ന, ഇല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാക്കുന്ന, ഷണ്ടന്മാരാക്കി ഒരു സമൂഹത്തെ മാറ്റാൻ കഴിയുന്ന, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്ന മയക്കുമരുന്നുകളാണിത്. ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ നശിപ്പിക്കണം, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ ആദ്യം ഇവിടുത്തെ യുവാക്കളെ നിർജീവമാക്കണം. യുവാക്കളെ നിർജീവമാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? മുമ്പൊക്കെ അവർ രാഷ്ട്രീയത്തിലും മറ്റുള്ളതൊക്കെ പ്രവർത്തിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയുമില്ല, ഒരു ആക്ടിവിറ്റീസും ഇല്ല. പകരം അവരെ ഡ്രഗ് അഡിക്റ്റ് ആക്കുക. കഞ്ചാവ്, ഹാഷിഷ്, അല്ലെങ്കിൽ പെത്തഡിനിലൊക്കെ വളരെ ലോക്കൽ സാധനങ്ങളാണ്, MDMA തുടങ്ങിയതിൽ കൂടെ ഈ യുവതലമുറയെ നശിപ്പിക്കുകയാണ്. അവരുടെ സ്വയബുദ്ധി നശിപ്പിക്കുന്നു, അവരെ ഇല്ലായ്മ ചെയ്യുന്നു. 2-3 വർഷം അകം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ മരിച്ചു പോവുകയോ, ഇല്ലെങ്കിൽ അവരെ കൊണ്ട് സമൂഹത്തിന് ഒരു പ്രയോജനം, സ്വന്തം അച്ഛനും അമ്മയ്ക്കോ അവർക്കോ തന്നെ പ്രയോജനമില്ലാത്ത രീതിയിൽ മാറുന്നു. മറ്റൊരു വിഭാഗത്തെ അവർ സൃഷ്ടിച്ചെടുക്കുന്നത് എന്നും അസുഖങ്ങൾ നിറഞ്ഞൊരു ശരീരവുമുള്ള ഒരു മനുഷ്യനെ ഒരു തലമുറയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് കൂടുതൽ യൂത്ത് മാത്രമല്ല, ഇത് ഏതാണ്ടൊക്കെ വലിയവരുമൊക്കെ ഇങ്ങനത്തെ ക്രീമുകളും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവരെ എന്താണ് ചെയ്യുന്നത്? നിത്യരോഗികളാക്കി മാറ്റുക. ഈ നിത്യരോഗികളാക്കി മാറ്റുന്നതുകൊണ്ട് ആർക്കാണ് ലാഭം? നമ്മുടെ ശത്രുക്കൾക്കാണ് ലാഭം. ഒപ്പം ഇതേ കണക്കുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ മാഫിയ എന്ന് പറയുന്നത് ഡ്രഗ്സ് മാഫിയയാണ്. മരുന്ന് കമ്പനികളാണ് ഏറ്റവും വലിയ മാഫിയ. അവരൊക്കെ തന്നെ ഇതിനകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇത് കഴിച്ച് എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ആ കമ്പനിയുടെ മരുന്നായിരിക്കും നമുക്ക് എഴുതി തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്താൻ എന്ന പേരിൽ, നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്ന പേരിലൊക്കെ ചെയ്യുന്നത് ടെറർ ഗ്രൂപ്പുകൾ ഇറക്കുന്ന ഇത്തരം സാധനങ്ങളാണ്. ഒരുപക്ഷെ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ, ഇതിന് വലിയ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒക്കെ ചിലരെങ്കിലും കളിയാക്കുമായിരിക്കാം. പക്ഷെ അനുഭവങ്ങൾ നിങ്ങളെ കരയിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കളിയാക്കുന്നവർക്ക് ഒരിക്കൽ അത് കരയേണ്ടി വരും അതിന്റെ പിന്നാലെ പോയാൽ. അതുകൊണ്ട് തന്നെ അത്തരം പരസ്യങ്ങൾക്കെതിരെ നടപടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. അത്തരം പരസ്യങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള കടമ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും കൂടി ഉള്ളതാണ്.